ഇന്നത്തെ ടോപ്പിക്കേ ഗ്രാൻഡ് പേരൻസ് വേഴ്സസ് പേരൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഹൃദയം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ടില്ലേ? പ്രഗ്നൻ്റ് ആകുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്നത്, കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നിൽക്കുന്നത്, അങ്ങനെ ഒരു ഒരു സീനുണ്ട് അതിനകത്ത്. അത് ഡിറ്റോ ആണ്. അതായത് അമ്മമാർ തമ്മിൽ അവർ തമ്മിലൊരു ഒരു ഒരു കോമ്പറ്റീഷൻ. അതായത് പയ്യൻ്റെ അമ്മയും പെൺകുട്ടിയുടെ അമ്മയും തമ്മിലൊരു കോമ്പറ്റീഷൻ. ഇവരാണെങ്കിൽ ഈ കുഞ്ഞു വാവയാണ്, അവർക്ക് പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം. പിന്നെ പയ്യനാണെങ്കിൽ ജോലിക്ക് പോകണം. ഇപ്പം കുറച്ച് പെറ്റേണിറ്റി ലീവ് എന്നൊക്കെ പറഞ്ഞ് പല കമ്പനീസും കൊടുക്കുന്നുണ്ട്, എല്ലാം ഇല്ലെങ്കിലും. സോ അവരുടെ ആ കെയോസിൻ്റെ ഉള്ളിലേക്ക് മേ ബി ഇവർ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഈ സിറ്റിയിൽ തന്നെ ആക്കാം പ്രസവം എന്ന് വിചാരിച്ചായിരിക്കും ഇവിടെ നിൽക്കുന്നത്. ഈ ഇവരുടെ ഒരു ഒരു ടഗ് ഓഫ് വാറും അല്ലെങ്കിൽ കോൾഡ് വാറും ഒക്കെ കാരണം ഒരു 2 BHK ഫ്ലാറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 3 BHK ഫ്ലാറ്റ് ഒക്കെ ആയിരിക്കുമല്ലോ ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ബോംബെയിലോ ഒക്കെ താമസിക്കുന്നവർ. ഒരു ടഗ് ഓഫ് വാറായിരിക്കും അവിടെ, കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലോ. ഹൃദയം സിനിമ കണ്ടാൽ മതി നിങ്ങൾ, ഞാനത് അത്രയും പറയേണ്ട ആവശ്യമില്ല. സോ അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അങ്ങ് ഗർഭിണിയാകുമ്പോൾ ലാസ്റ്റ് മന്തിൽ അവിടെ പോയി ഇരുന്നിട്ട് അമ്മമാർ നോക്കും. പിന്നെ അവർക്ക് തന്നെ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ 3 മാസം കൈകാര്യം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ലല്ലോ പെൺകുട്ടിയുടെ വീട്ടിൽ. അതാണ് ആ ഒരു ചടങ്ങ് അങ്ങനെയാണ് നടക്കുക സാധാരണ. പക്ഷേ നിങ്ങൾ ഒരാളുടെ വീട്ടിൽ തന്നെ താമസിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മൈ ഗോഡ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ കംപ്ലീറ്റ് ക്യാസ്. അതിനൊരു ഉദാഹരണം ആണ് ഞാൻ ഈ പറഞ്ഞ മൂവി. നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ 50s 50കളിൽ എത്തി നിൽക്കുന്ന ഇപ്പോൾ ഗ്രാനീസ് ആകുന്ന ആൾക്കാരുണ്ടല്ലോ, ജസ്റ്റ് എൻ്റെയൊക്കെ വയസ്സുള്ളവർ ഇപ്പോൾ ഒരു കുഞ്ഞു വാവയെ കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ എൻ്റെ മോളെ പ്രസവിച്ച സമയത്തൊക്കെ 1970s ഡോക്ടർ സ്പോക്ക് ആയിരുന്നു എൻ്റെ ഐഡിയൽ ആള്. എൻ്റെ ഒരു കസിൻ്റെ ഭാര്യയും അതേ സമയത്ത് തന്നെ ഷീ ഹഡ് ഗിവൻ ബർത്ത് അറ്റ് ദറ്റ് ടൈം. അപ്പോൾ അവരും ഡോക്ടർ സ്പോക്ക് വായിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ആ ബുക്കിനെ പറ്റിയിട്ട് അറിഞ്ഞത് തന്നെ. സോ ഡോക്ടർ സ്പോക്കിനെ വായിക്കുന്നവരെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഡിമാൻഡ് അനുസരിച്ച് ഫീഡ് ചെയ്യണം എന്ന്, അതാണ് അദ്ദേഹം പറയുന്നത്. ഒരു പോയിന്റ് ആട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്ത് നോക്കിക്കോളൂ, യു വിൽ ഫൈൻഡ് ദിസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വന്ന് കരയാൻ വിടേയരുത്. ഇപ്പം സപ്പോസ് ഒരു എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കാര്യം ഞാൻ പറയട്ടോ, അവൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത്. അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളി നമ്മൾ ഇട്ടിട്ട് എന്തെങ്കിലും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഉപ്പുമാവാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാബേജ് വെറുതെ ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെറുതെ അവന് വേണ്ടി മാത്രം മാറ്റി കൊടുക്കണം. ആ ഉള്ളിയെല്ലാം ഇങ്ങനെ ഫോക്ക് വെച്ച് മാറ്റി വെക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഉള്ളി ഇടാതെ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കും, മറന്നു പോകും ചില സമയത്ത്. അപ്പോൾ അത് സുഖമായിട്ടിരുന്ന് കഴിച്ചിട്ട് പോകും, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിലോ മാറ്റാൻ അറിയില്ലായിരുന്ന സമയത്ത് എന്ന് പറയുമായിരുന്നു. എൻ്റെ മോള് പിന്നെ അങ്ങനെ എനിക്ക് ഓർമ്മയില്ല ഒന്നും, മറന്നുപോയതായിരിക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇവൻ്റെ കാര്യങ്ങളിലാണല്ലോ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. അമ്മ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററിലോ ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം നമ്മളത് ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അവൻ്റെ ഇഷ്ടത്തിന് കൊടുക്കുക, അവൻ കഴിക്കട്ടെ, അവൻ അധികം ഭക്ഷണം കഴിക്കാത്ത കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പം ഈ ഒരു രീതിയാണ് നമ്മൾ ഈ ഡോക്ടർ സ്പോക്സിൻ്റെ ആണ് കേട്ടോ അത്. പക്ഷെ ഇപ്പോൾ ഈയിടയ്ക്ക് ഉണ്ടായ കുഞ്ഞുവാവകൾ, ഇപ്പം ഇതിപ്പോൾ ഒരു 10 വർഷം പഴയതാണല്ലോ. ലൈക്ക് എൻ്റെ മോള് ഒരു 2 decades പഴയതാണ്, ഈ മോൻ 10 വർഷം 1 decade പഴയതാണ്. അപ്പോൾ ഇപ്പോൾ വന്ന കുട്ടികളിൽ, ഇപ്പോൾ ഈ 1-2 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ അമ്മമാരൊക്കെ വേറെ ഏതോ ഒരു ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത്. അവർ പറയുന്ന കരയാൻ കൊടുക്കുക, എത്ര വേണമെങ്കിലും ഇരുന്ന് കരഞ്ഞോട്ടെ, വാശി പിടിച്ച് കുറേ നേരം കരഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് നിർത്തിക്കോളും. എന്നിട്ട് ഈ ഇവർ കൊണ്ടുവന്ന് വെച്ചാൽ ഭക്ഷണം അത് തന്നെ കൊടുക്കുന്നു. അറിയില്ല, അതൊക്കെ ഓരോ ടെക്നോളജി മാറി വരുന്ന അനുസരിച്ച് ഈ പറഞ്ഞ പാരൻറ്റിങ്ങിൻ്റെയും രീതികൾ മാറുമായിരിക്കും. അത് ശരിയാണ്, ഇത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ അറിഞ്ഞൂടല്ലോ. സോ വി ജസ്റ്റ് ഫോളോ ദി ക്രീഡ് എന്ന് പറയുന്ന പോലെ നമ്മൾ പിന്നാലെ ഒരു പശു പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ എല്ലാ പശുക്കളും പോകൂലേ? മുമ്പേ ഗമിക്കുന്ന ഗോക്കളതൻ പിമ്പേ ഗമിക്കുന്നു ഗോക്കളെല്ലാം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് കുറേ നാൾ, അങ്ങനെ ഒരു 10 വർഷം ഇനി അങ്ങനെയായിരിക്കും.
പിന്നെ അവർക്ക് അവരുടേതായ രീതികളുണ്ടാവും കേട്ടോ. അവർക്ക് അവരുടെ രീതി എന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തണം, ഇങ്ങനെ ചെയ്തു കൊടുക്കണം. എനിക്കൊരു ചേട്ടനെ അറിയാം. പുള്ളി വന്നിട്ട് മകന് വേണ്ടിയിട്ട് എത്രയ്ക്കോ ഇലകൾ, 18 തരം ഇലകൾ എന്തോ കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ ഇടിച്ച് പിഴിഞ്ഞു കൊടുത്ത ആളുകളും ഉണ്ട്. പക്ഷേ വേറെ ഒരു, ഇപ്പോൾ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ഫ്രം ദ അതർ പാർട്ട് ഓഫ് വേൾഡ്, അവർക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് അവർ സമ്മതിക്കുമോ കുട്ടിക്ക് കൊടുക്കാനായിട്ട്? നെവർ ദേ വിൽ. അവരെന്ത് വിചാരിക്കും? ഇതെല്ലാം വന്നിട്ട് എവിടെ പ്രൂവൺ ആണ്? ഹൂ ഈസ് ടോൾഡ്? എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ആ സംഹിത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ നോട്ട് അലൗ ഇറ്റ്. ഈസ് ഇറ്റ് എ പ്രൂവൺ ടെക്നിക് ടു ഗീവ് ദ ബേബീസ് എന്ന് ചോദിക്കും അല്ലേ? എൻ്റെ അമ്മയൊക്കെ എനിക്ക് എന്താണ് കൊടവൻ്റെ ഇല എന്ന് പറഞ്ഞ ഇല കുറേ അരച്ച് തന്നിട്ടുണ്ടെന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് വന്ന് ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ബുദ്ധി കൂടുതലുണ്ടോ അറിയാലോ. പക്ഷെ ഓർമ്മശക്തി ഉണ്ട്. അതിന് ഈ ബ്രഹ്മി കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഞാനൊക്കെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും അതൊക്കെയാണ് ചെയ്തിരിക്കണേ മകൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനത്തെ. പിന്നെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് വനിതാ മാഗസിനിൽ 5 തരം കുറുക്കുകൾ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ അവർ നോക്കിയിട്ടും ന്യൂട്രീഷ്യൻസിനോടൊക്കെ ചോദിച്ചിട്ടായിരിക്കും പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് ഞാനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പച്ചരി കുതിർത്തിട്ട്, നല്ല പച്ചരി കുതിർത്ത് നല്ലപോലെ പാകമായി കഴിയുമ്പോൾ അതിൽ വന്നിട്ട് ഈ പനിക്കൂർക്കയുടെ ഇലയിലെ കർപ്പൂരവല്ലി എന്ന് പറയുന്ന ആ ഇല പിഴിഞ്ഞ് കുറച്ച് കൽക്കണ്ടവും ഇട്ട് ഇതിൽ കുറുക്കിയിട്ട് മോൾക്ക് കൊടുക്കുമ്പോൾ അത് കഴിക്കുമായിരുന്നു നല്ലോണം. അത് എന്തുമാത്രം നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല. അതിപ്പോൾ ആളുകൾ കൊടുക്കുമോ? ഇപ്പം അങ്ങനെ കൊടുത്ത ചേച്ചി അതൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും കുഞ്ഞുങ്ങൾക്ക്, വയറ് ശരിയാവില്ല എന്നൊക്കെ പറയും അല്ലേ? സോ അതെല്ലാം നമ്മൾ ലെറ്റസ് ലീവ് ഇറ്റ് ടു ദ പേരൻസ്. നമ്മൾ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ കുറച്ച് ഇരുന്ന് ആ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും മനസ്സിലാക്കും. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ മാത്രം ചെന്നാൽ പോരാട്ടോ. അവരുടെ ഡയപ്പർ ക്ലീൻ ചെയ്യാനും അവരെ കുളിപ്പിക്കാനും ഒക്കെ, കുളിപ്പിക്കാൻ നമ്മളെ അനുവദിക്കുകയാണെങ്കിൽ മാത്രം. ചിലർക്ക് ഇഷ്ടമല്ല അവരുടെ കുഞ്ഞുങ്ങളെ അവർ തന്നെ കുളിപ്പിക്കണം എന്ന് പറയും. അങ്ങനെയുള്ളവരുണ്ടാവും. എൻ്റെയൊക്കെ കാലത്ത് എനിക്ക് പേടിയായിരുന്നു. മോളെ ഒരു 3 മാസം കഴിഞ്ഞാൽ ഞാൻ കുളിപ്പിച്ചത്. ഒരു 4-5 മാസമായ പിന്നെയാണ് കുളിപ്പിക്കാൻ തുടങ്ങി. ഒരു ഭയങ്കര പേടിയായിരുന്നു. പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്ന് ഇപ്പോഴല്ലേ തോന്നുന്നത്. എനിക്കിപ്പോൾ കുളിപ്പിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ I don't know whether the parents will allow us to do that. Maybe അവർക്കത് ഇഷ്ടമല്ലെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ്. അവർ സെറ്റ് ചെയ്യുന്ന ബൗണ്ടറീസിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോയാൽ മതി. അല്ലെങ്കിൽ അവർക്ക് ഈ കുഞ്ഞിനെ നോക്കുന്ന ടെൻഷനേക്കാളും കൂടുതലായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും, നിങ്ങൾ പിണങ്ങാതിരിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു ഇൻലോസുമായിട്ട് വഴക്കിടാതിരിക്കാനും, ഈഗോ ക്ലാഷസും എല്ലാം ഉണ്ടാവും. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരല്ലേ ഈ വന്ന് ഒരു കൂരയ്ക്കുള്ളിൽ പെട്ടെന്ന് കഴിയേണ്ടി വരുന്നത്. എന്നോട് ചോദിച്ചാൽ US-ലൊക്കെ അവർ തന്നെത്താൻ ചെയ്ത് കൂട്ടുന്നുണ്ടല്ലോ. ആരെങ്കിലും ഒരമ്മ പോകും, അത് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ അടുത്ത അമ്മ പോകും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്, സേഫ് ആയിരിക്കും. കാരണം ഈഗോ ക്ലാഷസ് ഉണ്ടാവില്ല. പിന്നെ രണ്ടുപേരും ചിലപ്പോൾ ആ അമ്മ ഡോക്ടറായിരിക്കാം, പീഡിയാട്രിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് അമ്മയായിരിക്കാം ഇപ്പുറത്ത് വരുന്നത്. രണ്ടും കൂടെ ക്ലാഷ് ഔട്ടോ. അല്ലെങ്കിൽ അച്ഛൻ പീഡിയാട്രിഷ്യൻ ആയിരിക്കും, ഇവിടുത്തെ അമ്മ ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും. സംതിങ് ഓർ ദ അതർ തിങ് വിൽ ബി ദർ. സോ ബി കെയർഫുൾ. നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ കുറച്ച് പുറകോട്ട് നിന്നത് കാണുകയാണ് നല്ലത്. നമുക്കൊന്നും അറിയില്ലെന്നേ. എന്തിനാ നമ്മൾ വയസ്സാണെന്ന് കാണിക്കാൻ വേണ്ടി പോണത് മരുമകളുടെ അടുത്ത്? അയ്യോ എന്താ ഈ കാണിക്കുന്നത്, ഈ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുന്നോ അങ്ങനെ ചെയ്യുന്നോ? ഡോണ്ട് ഡു ദാറ്റ്. അവർക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. അവരുടെ ചോരയും നീരുമായിട്ട് പ്രസവിച്ചതല്ലേ. യെസ്, ദേ ആർ ഫ്രം അസ്, നമ്മുടെ മക്കൾ. ഫ്രം ദം, യെസ്, അവർ ഗ്രാൻഡ് ചിൽഡ്രൻ ഹാസ് കം. വെൽ, ഗുഡ് ഇനഫ്. നമുക്ക് ആസ്വദിക്കാം, നമുക്ക് അവരുടെ കളികളൊക്കെ കണ്ട് രസിക്കാം. പക്ഷേ ചിലപ്പോൾ കടന്നുകയറ്റങ്ങളായിട്ട് തോന്നൂലേ? എന്തിനാ കടന്നു കയറാൻ പോകുന്നത്? കുറച്ച് മാറി നിന്ന് നോക്കൂ. പിന്നെ ചിലർക്ക് ഉണ്ട് ഇങ്ങനെ, ഞാൻ മരുമകളുടെ അടുത്ത് പോയി ഹെൽപ്പൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്ന അമ്മായിയമ്മമാരുണ്ട്. മരുമക്കളെ, നിങ്ങൾ അമ്മായിയമ്മമാരെയും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരെയും ഒരുപാട് ഹെൽപ്പിന് വിളിക്കേണ്ട. I like to offer my help at any time. എനിക്കിഷ്ടമാണ് ഹെൽപ്പ് ചെയ്യുന്നത് ആൾക്കാരെ. ഇൻ ദിസ് മോഡ് ഓൾസോ. എൻ്റെ ബ്രദറിൻ്റെ മോനെയൊക്കെ ഞാൻ ഒരുപാട്, എൻ്റെ സിസ്റ്ററിലോ പറയുമ്പോഴൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡിയായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു അത്. അങ്ങനെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു ഇറ്റ്. അത് അവർ പറയാതെ ഇടിച്ച് കയറി ചെന്നിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരിക്കുക. അത് വേണ്ട. അത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരില്ല. ആൻഡ് ഓൾസോ
ഈ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഒരു വെബ് സീരീസ് ആണെന്ന് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിൽ കണ്ടായിരുന്നു. അമ്മായിയമ്മയാണ് രാവിലെയും വൈകുന്നേരം ഒക്കെ കുട്ടീനെ കൊണ്ടുപോയി വിടുക. ബിക്കോസ് ദിസ് ലേഡി ഈസ് വർക്കിംഗ്. രാവിലെയും സ്കൂളിൽ കൊണ്ടുവിടും, പിന്നെ വൈകിട്ടും വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഈ പെൺകുട്ടിക്ക് പെട്ടെന്നൊരു തോന്നല, അയ്യോ ഞാൻ എൻ്റെ മോന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പോയി വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ അങ്ങ് ഇൻസിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ ഇതെന്താ അവൾക്ക് പറ്റിയ പെട്ടെന്ന് അങ്ങനെ തോന്നും. അല്ലെങ്കിൽ ആദ്യമേ പറയണം, അമ്മ എനിക്കാണ് കേട്ടോ, എനിക്ക് അവൻ വരണമാണ്, എനിക്ക് ഇഷ്ടമുണ്ട്, ഞാനും അമ്മയുടെ കൂടെ വരട്ടെ എന്ന് ചോദിച്ച് പോകാമല്ലോ. അത് അങ്ങനെയില്ല, മനസ്സിലായില്ല. ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ കറിവേപ്പില പോലെ എടുത്ത് കളയുന്നത് അതും ശരിയല്ല. ഇഫ് യു ആർ റെഡി ടു ടേക്ക് ദെയർ ഹെൽപ്പ്, അതായത് നിങ്ങൾ അവരുടെ ഹെൽപ്പ് എടുക്കുക. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു ഇടയ്ക്ക്. ഈ അമ്മായിയമ്മയുടെ അമ്മയുടെയൊക്കെ ഹെൽപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണ്, നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടെയൊക്കെ അവരുടെ ടാൻട്രംസ്, അതായത് അവരുടെ ഒരു ഇപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ ഒരു പീസ് ഓഫ് അഡ്വൈസ് ചിലപ്പോൾ എടുക്കേണ്ടി വന്നെന്നിരിക്കും. പെൺകുട്ടികളോടാട്ടാ പറയണേ. ഗ്രാൻഡ് മദേഴ്സ് പക്ഷെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ഭയങ്കര ഇതാണ്, നമ്മളങ്ങ് എന്താ പറയണേ, വി ഹാവ് ബിക്കം ദാദി അല്ലേ, ഗ്രാനി അല്ലേ. അപ്പോൾ വൈസ് ഗ്രാനിയാണ് നമ്മളൊക്കെ, എഡ്യൂക്കേറ്റഡ് ആണ്. സോ വി നോ ബെറ്റർ ദാൻ ദ ന്യൂലി ബോൺ ന്യൂലി ബിക്കം പാരൻസ് എന്ന് വിചാരിക്കേണ്ട. എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും അറിയായിരുന്നോ നമ്മൾ കുഞ്ഞുങ്ങളെ വന്നപ്പോൾ? ഇല്ലല്ലോ. നമ്മളും നോക്കിയും കണ്ടുമൊക്കെ പഠിച്ച് അതുങ്ങളെ താലോലിച്ച് വളർത്താൻ പഠിച്ചു. അതായത് നമ്മുടെ മക്കളെ. അതേപോലെ തന്നെയായിരിക്കും അവർക്കും ഒരു ഗ്യാപ്പ് കൊടുക്കുന്നേ. അവർ ചെയ്യട്ടെ അവരുടെ കാര്യങ്ങളൊക്കെ. അതുപോലെ പേരിടുന്ന കാര്യത്തിൽ ഞാനതൊരു റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വന്നിട്ട് എന്തായിരുന്നു, കുറേ റീലിങ്ങനെ ഓടുന്നുണ്ടായിരുന്നു അതിനകത്ത്. അത് ഉള്ളത് തന്നെയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പെൺകുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും എല്ലാവരും കൂടെ ഇരിക്കുകയാണ് ഒരു കുഞ്ഞിന് പേരിടാൻ ഹസ്ബൻഡ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട്, അപ്പോൾ ഇവർ തമ്മിൽ എന്തോ വിചാരിച്ച് വെച്ചിട്ടുണ്ട്, ഏതോ ഒരു പേര്, എനിക്ക് ഓർമ്മയില്ല ആ പേര് പറയേണ്ടതിന് പകരം അപർണ എന്ന് ഇരിക്കട്ടെ, അങ്ങനെയല്ലായിരുന്നു, വേറെ എന്തോ പേരായിരുന്നു. അപർണ എന്നെങ്ങാണ്ട് അവർ വിചാരിച്ചത് ഇവനെടുത്തിട്ട് നിരഞ്ജന എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഓടി വന്ന് ഇങ്ങനെ ഈ കൊച്ചങ്ങോട്ട് എടുത്തിട്ട്, അതെ നിരഞ്ജനയൊന്നുമല്ല അപർണ, ഞാനിട്ടത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞതാണല്ലോ എന്നും പറഞ്ഞു. അവിടെ ഒരു കാലഹം ബഹളം, മൈ ഗോഡ്. ആ കുഞ്ഞിൻ്റെ ഒരു പേരിടൽ ചടങ്ങ് കുളവായി. അപ്പോൾ അങ്ങനെ പേര് ഇട്ടിട്ടില്ലാത്ത കുഞ്ഞാണെങ്കിൽ ഇനിയൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കണ്ടേ? 28 ദിവസം കഴിഞ്ഞു, അതിന് മുമ്പേ മേടിക്കേണ്ടതാണ്. അപ്പോഴേ ഞാൻ അരവിന്ദൊക്കെ മേടിച്ചതും ഇതേപോലെ തന്നെ പേരിട്ട് കഴിഞ്ഞിട്ടാണ് പോയി മേടിച്ചത്. മണ്ടത്തരമാണ്, നമ്മൾ പ്രസവിക്കണം അന്ന് തന്നെ പേരിട്ട് എഴുതി മേടിച്ചുകൊണ്ട് വരുന്നത് നല്ലത് ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് പോയിട്ട് ബർത്ത് ആൻഡ് ഡെത്ത് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെ അവർ അയക്കും. രജിസ്ട്രിയിൽ കോർപ്പറേഷനിലാണെങ്കിൽ അവിടെ അയക്കും, ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പേരെഴുതി കൊടുത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരണം. അന്നാണല്ലോ രീതി. അപ്പോൾ ഇങ്ങനെ ചെയ്യാണ്ടാകുന്ന ഒരു സ്ഥലത്ത് ഈ അച്ഛനും അമ്മയും ഈ റീലിൽ കണ്ടല്ല, വേറൊരു കഥയിൽ ഈ അച്ഛനും അമ്മയും തമ്മിൽ അങ്ങ് പിരിഞ്ഞു. 5 വർഷമായി കൊച്ചിന് സ്കൂളിൽ ചേർത്തിട്ടുമില്ല. അവർ ഈ പേരിനെ ചൊല്ലി എന്തോ ടുട്ടു മിൻറ്റു എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കണേന്ന്. അതുകൊണ്ട് കേട്ടോ ഇപ്പോൾ 2 പേര് വിളിക്കാൻ പാടില്ല, ഒരു പേര് തന്നെ വിളിക്കണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കുട്ടി കൺഫ്യൂസ്ഡ് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, 2 പേരിൻ്റെ ആവശ്യമില്ല. കാര്യം പറഞ്ഞാൽ എനിക്കുണ്ട് അങ്ങനെ. എൻ്റെ പേര് എന്നെ ആകാന്ന് അങ്ങനെ വിളിക്കാറില്ല, എന്നെ മോൾട്ടി എന്നാണ് വിളിക്കുന്നത്. മോളൂട്ടി എന്ന് അമ്മ വിളിച്ച് എനിക്കിഷ്ടമാണ്. പക്ഷേ ചെറുതായിരുന്നപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം, എൻ്റെ പേര് ഇതാണോ എന്നൊക്കെ. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക കൺഫ്യൂഷൻ ആകും എന്ന് പറയപ്പെടുന്നു. സോ ഇതെല്ലാം വന്ന് അവോയ്ഡ് ചെയ്യാമല്ലേ, നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതും. ലൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കാതിരിക്കുക. അതായത് ഗ്രാൻഡ് പേരൻസ് അത് അവർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുക, പേരിടുന്ന കാര്യത്തിലും ഒക്കെ കേട്ടോ. അപ്പോൾ ഈ പേരിടാൻ പറ്റാതിരുന്ന ആ കുട്ടിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അമ്മ പോയി പിന്നെ കേസ് കൊടുത്തു ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതിക്ക് ഒരു അധികാരമുണ്ട്. എങ്ങനെ ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾക്ക് തീർപ്പാക്കാനായിട്ട് അവർക്കൊരു പ്രത്യേക അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ഹൈക്കോടതി പറഞ്ഞു, ഇപ്പോൾ ഏത് പേരാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്? ഈ പെൺകുട്ടി പോയി അപേക്ഷ വെക്കും, ഹസ്ബൻഡിൻ്റെ ഒപ്പില്ല എന്നും പറഞ്ഞ് രജിസ്ട്രാർ തിരിച്ചു വയ്ക്കും. ഇത് തന്നെ അത് കാരണം സ്കൂളിൽ പേര് കൊടുക്കണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ. അവസാനം ഹൈക്കോടതി പറഞ്ഞു, ഈ കുട്ടിയുടെ പേര് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ അപർണ എന്ന് തന്നെ വെക്കൂ, ഞാനിടുന്നു ഈ പേര് എൻ്റെ അധികാരം ഉപയോഗിച്ച്. രജിസ്ട്രാർ നിങ്ങളത് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും.
പിന്നത്തെ കാര്യം പിന്നെ കുട്ടീനെ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാത്തിനും കോടതിക്ക് എന്തൊക്കെ ജോലികളാണല്ലേ. ഞാനൊരു 1 മിനിറ്റ് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, എങ്ങനെയാണ് കോടതിയെ അവർ അപ്രോച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ട്, പഴയ റീല. സോ പറഞ്ഞു വന്നത്, കോടതിക്ക് ഇല്ലാത്ത പണികളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കൊച്ചിനെ പേരിടണം. കണ്ടില്ലേ? അപ്പം ഈ റൂൾസൊക്കെ ഉണ്ടാക്കി വെച്ച ആൾക്കാർ എന്താ മിടുക്കന്മാരല്ലേ? ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അവർ നേരത്തെ കൂട്ടി കണ്ടില്ലേ? അപ്പോൾ പേരൻറ്റിങ് എൻ്റെ കാര്യം പേരൻസിന് തന്നെ വിറ്റിട്ട് കൊടുക്കുക. ഗ്രാൻഡ് പേരൻറ്റിങ് എന്നല്ലല്ലോ പറയുന്നത് ബുക്സൊക്കെ, പേരൻറ്റിങ് എന്നല്ലേ. സോ വൈ ഡോണ്ട് വി ജസ്റ്റ്, നമുക്ക് ഒരു റോളുണ്ട്, നമ്മൾ അതിലായിരിക്കണം ഒതുങ്ങുന്നത്. നിങ്ങൾക്ക് ഒരു ഫിനാൻസ് മാനേജറുടെ റോളുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്തിനാ ലോ ഓഫീസറിൻ്റെ ജോലി എടുക്കാൻ പോണത്? ചില ആളുകൾ അങ്ങനെയുമുണ്ട്. എനിക്കെല്ലാം അറിയാം, കാരണം അവർ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, ഈ ഫിനാൻസ് പഠിച്ച് CA കാർക്കൊക്കെ കുറച്ച് ലോ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ അതിൽ കിടന്ന് ഞാൻ പറയുന്നതാണ് ശരിയെന്ന്. അതേസമയം അതല്ലാതെ കുറേ തലങ്ങളുണ്ടല്ലോ ലോയിൽ, അവർക്കെല്ലാം ഒന്നും അറിയണ്ടാവില്ല, പക്ഷെ അവർ വിടില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ചെറിയ ഇതുണ്ടല്ലോ, അതിൽ ഒതുങ്ങി കൂടുകയാണെങ്കിൽ ഒരു ക്ലാഷും ആരും തമ്മിൽ ഉണ്ടാവേയില്ല. അതേപോലെയാണ് പാരൻസും ഗ്രാൻഡ് പാരൻസും, അവരവരുടെ വില കളയാതിരിക്കും അല്ലേ? നമ്മൾ എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്? നമ്മൾ തന്നെ കയറി ചെന്നിട്ട് എല്ലാത്തിലും പോയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ലേ അൺസോളിസിറ്റഡ് അഡ്വൈസ്. ടുഡേ ഐ ടോൾഡ് അബൌട്ട് ദാറ്റ് ഓൾസോ ഇൻ മൈ ഇൻസ്റ്റഗ്രാം. സോ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മനോഹരമാവും. നമ്മൾ ഈ 60 വയസ്സിലൊക്കെ നമ്മൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മരുമകളുടെ കുറ്റം നോക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? അവർ വളർത്തിക്കോട്ടെ, അവരുടെ കുഞ്ഞിനെ അവർക്ക് വളർത്താൻ ഇഷ്ടമായതുകൊണ്ടല്ലേ. അതേസമയം ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യൂട്ടോ. അവരുടെ വീട് നിങ്ങളുടെ വീടൊക്കെ അടുത്താണെങ്കിൽ അത് ഇനിയും നല്ലതായിരിക്കും, ഇവിടെ കൊണ്ട് വിട്ടോളൂ, അവർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. അതേപോലെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, ആരെങ്കിലുമൊക്കെ നോക്കുന്നതിന് പകരം ഏറ്റവും നല്ലത് സ്വന്തം അമ്മൂമ്മ നോക്കണത് തന്നെയല്ലേ. നിങ്ങൾക്ക് അപ്പോൾ ഒരു ജലസി വരുമല്ലേ, മോന് അല്ലെങ്കിൽ കൊച്ചുമോനും അമ്മൂമ്മയോട് സ്നേഹം കൂടും. എന്തിനാ അങ്ങനെ? ആയിക്കോട്ടെ, ലെറ്റ് ഹിം ഡൂ ദാറ്റ്, അല്ലെങ്കിൽ ലെറ്റ് ഹർ ഡൂ ദാറ്റ്. അത് വരുന്നത് നല്ലതല്ലേ? ഈ സ്നേഹം എന്താണ്, കുടുംബ ബന്ധങ്ങൾ എന്താണ്, റിലേഷൻസ് എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കാതെ പഠിക്കുകയല്ലേ കുഞ്ഞുങ്ങൾ. അതൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ ശ്രമിക്കണം ഇന്നത്തെ കാലത്തെ യുവതികൾ. അതൊന്ന്. പിന്നെ ഒരുപാട് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ നിങ്ങളും മദർ ഇൻ ലോയും ഒക്കെ തമ്മിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ അതിൽ ഇടപെടുത്താതിരിക്കുകയാണ് നല്ലത്. ദാറ്റ് ഈസ്, കിട്ടുന്ന സമയത്തിന് മോൻ്റെ അമ്മ ഇങ്ങനെയായിരിക്കുമല്ലേ ചെയ്യണേ അങ്ങനെ പറയാതിരിക്കുക. അല്ലെങ്കിൽ മോൻ്റെ അമ്മ ഉണ്ടാക്കി തന്നത് മാത്രമേ മോന് ഇഷ്ടാവുള്ളൂ അങ്ങനെ പറഞ്ഞ് കുത്താതിരിക്കുക. ആ കൊച്ചിന് എന്തറിയാം, കുഞ്ഞല്ലേ അത്. അതേപോലെ തന്നെ മരുമകളും എന്തൊക്കെയാണ് അമ്മമ്മ പറഞ്ഞു തന്നെ അങ്ങനെ ചോദിക്കരുത്. ഡോണ്ട് ഡൂ ദിസ് ഡേർട്ടി പൊളിറ്റിക്സ്. ഒട്ടും ശരിയല്ല, ഒട്ടും ശരിയല്ല. കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ അവർക്കൊരു ചോയ്സ് ഉണ്ടാവും. മേ ബി നിങ്ങളുടെ അമ്മേനെയാണോ ഇഷ്ടപ്പെടേണ്ടത് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേനെയാണോ ഇഷ്ടപ്പെടേണ്ടത്, അത് അവർ തന്നെ ചൂസ് ചെയ്തോളും, അവരത് ചെയ്തോട്ടെ. യുവർ റോൾ ഈസ് ഓൺലി ടു സേ ദാറ്റ് യെസ്, ദിസ് ഈസ് യുവർ ഫാദേഴ്സ് മദർ, ദിസ് ഈസ് യുവർ മദേഴ്സ് മദർ, ഗീവ് ദം റെസ്പെക്റ്റ്. അത്രയും നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. അവർ കാണിക്കുന്ന സ്നേഹം അവരുടെ ഉള്ളിൽ നിന്ന് വരും, ഉള്ളിൽ നിന്ന് വന്നിരിക്കും. ആരെ എങ്ങനെ അവരോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ അവരതുപോലെ കാണിക്കും. അല്ലാതെ എല്ലാത്തിനും നമ്മളിങ്ങനെ എന്താ പറയണത്, ഹെലികോപ്റ്റർ മമ്മിയായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണ്ട കേട്ടോ. അപ്പോൾ പേരൻസ് വേഴ്സസ് ഗ്രാൻഡ് പേരൻസിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയട്ടെ താഴെ. ആരൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചാൽ അവർ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ദെൻ, ഹൃദയം സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അതും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഹൃദയം സിനിമ കണ്ടിട്ടുള്ളവരും അത് കാണുമ്പോൾ ചിന്തിച്ചിട്ടുള്ളവരും, ശരി എന്തിനാ ഇവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുള്ളവർ, അതായത് മെട്രിമോണിയൽ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുന്നില്ല, ഞങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ നോക്കിയെടുത്തോളാം എന്ന് വിചാരിച്ച് പോയിട്ടുണ്ടാവൂലേ പാരൻസ്, ന്യൂ പാരൻസ്. ഓക്കെ ദെൻ, ഐ വിൽ കം അഗെയിൻ ടുമോറോ. ബൈ. താങ്ക് യു.